ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാർക്ക് യൂസേഴ്സ് ഫീ ഏർപ്പെടുത്തുന്നു. ജൂലൈ മുതൽ പാസഞ്ചർ ഫെസിലിറ്റി ചാർജ് എന്ന പേരിൽ 35 ദിർഹമാണ് ഈടാക്കുക. ദുബായ് വിമാനത്താവളം വഴിയുള്ള ട്രാൻസിറ്റ് യാത്രക്കാർക്കും പുതിയ നികുതി ബാധകമാകും. മാർച്ച് 1-ന് ശേഷം ടിക്കറ്റ് എടുക്കുന്നവർക്കും നിരക്ക് ബാധകമായിരിക്കും. കുവൈറ്റിൽ മയക്കുമരുന്നുമായി വിവിധ രാജ്യക്കാരായ 15 പേരെ ആന്റി നാർക്കോട്ടിക് വിഭാഗം പിടികൂടി. 250 കിലോ ഹാഷിഷ്, 250 ഗ്രാം ഹെറോയിൻ, കഞ്ചാവ് വിത്തുകൾ, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവ ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ 8 പേരെ നാട് കടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 10ഓളം മയക്കുമരുന്ന് കേസുകളാണ് കുവൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വദേശികളും മറ്റ് ഏഷ്യൻ വംശജരും അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 ബാഗ് മയക്കുമരുന്നുമായി ഒരു സ്വദേശിയും പ്രവാസിയും ആന്റി നാർക്കോട്ടിക് വിഭാഗത്തിന്റെ പിടിയിലായിരുന്നു. മയക്കുമരുന്ന് കേസ് കുവൈറ്റിൽ മരണശിക്ഷ വരെ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. റോഡ് അപകട കാരണങ്ങൾ നിർണ്ണയിക്കാനും പരിഹാരത്തിനും പ്രത്യേക സമിതി രൂപവൽക്കരിച്ചതായി മക്ക ട്രാഫിക് മേധാവി കേണൽ ത്വൽഹ അൽ മൻസൂർ പറഞ്ഞു. ട്രാഫിക്, റോഡ് സുരക്ഷാ വിഭാഗം, പെട്രോളിംഗ് വിഭാഗം എന്നിവരുൾപ്പെട്ടതാണ് സമിതി. അപകടങ്ങൾ കൂടുതലുണ്ടാകുന്ന റോഡുകളും സ്ഥലങ്ങളും സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. മക്ക നഗരത്തിന് പുറത്ത് 30 സ്ഥലങ്ങളും അകത്ത് 24 സ്ഥലങ്ങളും നിർണയിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ GPS സംവിധാനത്തിലൂടെ ബന്ധിച്ച് അപകട കാരണങ്ങളുടെ എല്ലാ വശങ്ങളും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളും പഠിച്ചു വരികയാണ്. ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകൾ പരിശോധിക്കും. ശേഷം സാഹിർ ക്യാമറകൾ സ്ഥാപിക്കുക, രഹസ്യ നിരീക്ഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയോഗിക്കുക തുടങ്ങിയ പരിഹാര മാർഗങ്ങൾ ആലോചിക്കും. ഇരുചക്രവാഹനങ്ങളെ മുഴുവൻ സമയം നിരീക്ഷിക്കുന്നതിന് രഹസ്യ പെട്രോളിംഗ് വിഭാഗം രംഗത്തുണ്ട്. 5420 ഇരുചക്രവാഹനങ്ങൾ 5 മാസത്തിനുള്ളിൽ പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം മക്കയിൽ ട്രാഫിക് അപകടങ്ങളിൽ 246 പേർ മരണപ്പെടുകയും 788 പേർക്ക് പരിക്കുണ്ടാവുകയും ചെയ്തതായി മക്ക ട്രാഫിക് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മരണസംഖ്യ മുൻവർഷത്തേക്കാൾ 16.5% കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം മരണപ്പെട്ടവരുടെ എണ്ണം 211 ന്യൂസ് ബ്യൂറോ, ദമാം. ദുബായിൽ അടുത്ത വർഷം നടക്കുന്ന സർക്കാർ ഉച്ചകോടിക്ക് ലുലു ഗ്രൂപ്പ് എല്ലാ സഹകരണവും നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി അറിയിച്ചു. ദുബായ് മദീനത്ത് ജുമൈറയിൽ നടക്കുന്ന സർക്കാർ ഉച്ചകോടിക്കിടെ ഇക്കാര്യം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ അറിയിച്ചതായി MA അഷ്റഫ് അലി അറിയിച്ചു. ലുലു ഗ്രൂപ്പിന്റെ താൽപര്യത്തെ ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചുവെന്നും MA അഷ്റഫ് അലി അറിയിച്ചു. ഒമാനുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി G മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ഉന്നതതല സംഘം ഒമാൻ സന്ദർശിച്ചു. ഒമാൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ നാസർ അൽ റബ്സ്ബിയുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ ചർച്ചയിൽ വ്യക്തമാക്കി. UAE ഗവൺമെന്റിന്റെ മികച്ച ദീർഘവീക്ഷണമാണ് രാജ്യത്ത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ മുന്നേറ്റവും വികസനവും നൽകിയതെന്ന് ഗൾഫിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ VPS ഹെൽത്ത് ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. ദുബായിൽ സമാപിച്ച ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ഭരണാധികാരികളുടെ വികസന കാഴ്ചപ്പാടും നയങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാവുന്നതാണെന്ന് ഡോക്ടർ ഷംഷീർ പറഞ്ഞു. ഭാവി ഗവൺമെന്റുകളെ എങ്ങനെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ ആരോഗ്യ മേഖലയിലെ നിക്ഷേപം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉച്ചകോടിയിൽ പങ്കെടുത്തവരുടെ ചോദ്യങ്ങൾക്കും ഡോക്ടർ ഷംഷീർ മറുപടി നൽകി. ഇൻഷുറൻസ് പരിരക്ഷ, മെഡിക്കൽ ടൂറിസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. UAE ആരോഗ്യ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ അൽ അമിരിയും ആരോഗ്യ മേഖലയിലെ നിക്ഷേപം എന്ന വിഷയത്തിൽ സംസാരിച്ചു. 2017 വർഷത്തെ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിലും VPS ഗ്രൂപ്പ് പങ്കാളിയാകുന്നത് സംബന്ധിച്ചും ഇതോടൊപ്പം ധാരണാപത്രം ഒപ്പിട്ടു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിൽ VPS ഹാളിലാണ് ഈ കരാർ ഒപ്പിടൽ ചടങ്ങ് നടന്നത്. ഹെൽത്ത് കെയർ മേഖലയിൽ നിന്ന് ഈ രാജ്യാന്തര ഉച്ചകോടിയിൽ പങ്കാളിയാകുന്ന ഏക കമ്പനി കൂടിയാണ് VPS ഗ്രൂപ്പ്. ന്യൂസ് ബ്യൂറോ, ദുബായ്. മമ്മൂട്ടി ഫാൻസ് UAE ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ TN ഗോപകുമാർ കൽപ്പന അനുസ്മരണം സംഘടിപ്പിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി ഫാൻസ് UAE ചാപ്റ്റർ പ്രസിഡന്റ് ഷനൂജ് കൈമലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആൽബർട്ട് അലക്സ്, OSA റഷീദ്, ഷിഹാസ് ലതീഷ്, ആസിഫ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ വാർഷിക യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായ ഷനൂജ് കൈമലശ്ശേരി പ്രസിഡന്റായും ഗുലാൻ സിദ്ദു സെക്രട്ടറിയായും ട്രഷററായി റജീബ് എന്നിവരെയും തെരഞ്ഞെടുത്തു.
കുവൈറ്റിൽ സബ്സിഡി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി പെട്രോൾ, വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കും. പ്രവാസികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ സേവനങ്ങൾക്കും ഫീസ് വർദ്ധിപ്പിക്കും. ചാർജുകൾ വർദ്ധിപ്പിക്കാനുള്ള രൂപരേഖ ധനമന്ത്രി അനസ് അൽ സാലേഹ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഉടൻ നിലവിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസികൾക്കുള്ള ആരോഗ്യ സേവനങ്ങൾക്ക് ഫീസ് ഏർപ്പെടുത്താനുള്ള നിയമ ഭേദഗതി നിർദ്ദേശം പാർലമെന്റ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അംഗീകാരം നൽകി. ഇത് നിലവിൽ വരുന്നതോടുകൂടി സർക്കാർ ആശുപത്രികളിൽ ആരോഗ്യ സേവനങ്ങൾക്ക് പ്രവാസികളിൽ നിന്ന് ഫീസ് ഈടാക്കും. ഖത്തറിൽ പരസ്യ ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ പ്രശസ്ത സ്ഥാപനമായ മീഡിയ പ്ലസ് 10ാം വാർഷികം ആഘോഷിക്കുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തതയാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മീഡിയ പ്ലസ് CEO അമാനുള്ള വടക്കാങ്ങര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സജീവ പങ്കാളിത്തത്തോടെ ഗൾഫ് ബിസിനസ് കാർഡ് ഡയറക്ടറി വിപുലീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ മാനേജർ റഷീദ പുളിക്കൽ, സെയിൽസ് മാനേജർ ഷറഫുദ്ദീൻ, അബ്ദുൽ ഫത്താഹ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നജ്റാൻ പ്രതിഭാ സാംസ്കാരിക വേദി സനയ യൂണിറ്റ് മെമ്പറായിരിക്കെ മരണപ്പെട്ട കന്യാകുമാരി മാർത്താണ്ഡം സ്വദേശി വർഗീസിന്റെ കുടുംബത്തിന് പ്രതിഭാ സാംസ്കാരിക വേദി സ്വരൂപിച്ച കുടുംബസഹായ ഫണ്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വർഗീസിന്റെ ഭാര്യ അമലയ്ക്ക് കൈമാറി. പ്രതിഭാ സാംസ്കാരിക വേദി രക്ഷാധികാരി രാജൻ മലപ്പട്ടം, പ്രസിഡന്റ് സുകുമാരൻ കുന്നംകുളം, സെക്രട്ടറി ഷാനവാസ്, വർഗീസിന്റെ മകൻ മോഹൻരാജ്, മകൾ ജുബറാണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അൽഖോബാർ യുണൈറ്റഡ് FC-യുടെ പേഴ്സൺ ഓഫ് ദി ഇയർ 2015 പുരസ്കാരം കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും യുവ കഥാകൃത്തുമായ അബ്ദുൽ അലി കളത്തിങ്ങലിന് സമ്മാനിച്ചു. UFC 7ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന യുണൈറ്റഡ് ഫെസ്റ്റിൽ ഇന്ത്യൻ സ്കൂൾ ഭരണ സമിതി ചെയർമാനും സിഫ്കോ സെക്രട്ടറി ജനറലുമായ ഡോക്ടർ അബ്ദുൽ സലാം പുരസ്കാരവും ഉപഹാരവും കൈമാറി. മാധ്യമ പ്രവർത്തനത്തോടൊപ്പം സാഹിത്യ സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് അബ്ദുൽ അലിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ സോളാർ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. 14 മണിക്കൂർ മുഖ്യമന്ത്രി വിസ്താരത്തിനിരുന്നത് ക്രെഡിറ്റായി കരുതേണ്ടെന്ന് കമ്മീഷൻ. തന്റെ പൂർവ്വകാലം പരിശോധിക്കാനാണ് നീക്കമെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പലതും പറയേണ്ടി വരുമെന്ന് സരിത S. നായരും കമ്മീഷനിൽ പറഞ്ഞു. സരിതയുടെ പഴയകാല ക്രിമിനൽ കേസുകളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ചോദിക്കുമ്പോഴാണ് സരിതയുടെ അഭിഭാഷകൻ ഇടപെട്ടത്. ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ സരിതയെ അപമാനിക്കുകയാണെന്ന് സരിതയുടെ അഭിഭാഷകൻ പറഞ്ഞു. കക്ഷികളെന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും സരിതയ്ക്കും ഒരേ അവകാശമാണുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ പരിധി ലംഘിക്കുന്നുവെന്നും സരിതയുടെ അഭിഭാഷകൻ CD ജോണി പറഞ്ഞു. സരിതയെ തേജോവധം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കമ്മീഷൻ അറിയിച്ചപ്പോൾ മുഖ്യമന്ത്രിയെ 14 മണിക്കൂർ വിസ്തരിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകൻ പറഞ്ഞു. 14 മണിക്കൂർ ഇരിക്കുന്നത് ക്രെഡിറ്റായി പറയേണ്ടെന്ന് പറഞ്ഞ കമ്മീഷൻ പഴയ ക്രിമിനൽ കേസുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ചോദ്യങ്ങൾ അനുവദിക്കില്ലെന്നും അക്കാര്യങ്ങൾ കമ്മീഷന്റെ അന്വേഷണ വിഷയമല്ലെന്നും അറിയിച്ചു. ബാലകൃഷ്ണപിള്ളയുടെയും ഗണേഷിന്റെയും LDFന്റെയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയല്ലേ മുഖ്യമന്ത്രിക്കെതിരെ കമ്മീഷനിൽ ആരോപണം ഉന്നയിച്ചതെന്ന ചോദ്യത്തിന് തനിക്ക് യാതൊരു രാഷ്ട്രീയ താല്പര്യവുമില്ലെന്നും സത്യം പറയാൻ ആരുടെയും പിന്തുണ ആവശ്യമില്ലെന്നും സരിത മറുപടി നൽകി. ടൈറ്റാനിയം അഴിമതിയും പാമോയിലും കേസും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 100 ക്രിമിനൽ കേസുകൾ ഉണ്ടായിരിക്കട്ടെ, അത് കോടിക്കണക്കിന് രൂപയുടെ അല്ല, 230 കോടിയും 400 കോടിയുടെയൊക്കെ കഥകളും അഴിമതി ആരോപണങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയും എന്റെ ക്രെഡിബിലിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്താലും എല്ലാം ഒരുപോലെ വരുള്ളൂ എനിക്ക് തോന്നുന്നത്. പോലീസ് അസോസിയേഷൻ മുൻ ഭാരവാഹികളും സരിതയും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് 20 ലക്ഷം GR അജിത്തിന് സംഭാവന നൽകിയതെന്ന ആരോപണത്തിന് പിന്നിലെന്ന് പോലീസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട് സരിതയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് അസോസിയേഷൻ അഭിഭാഷകൻ കമ്മീഷനിൽ പരാതി നൽകി. ആവശ്യം തള്ളിയ കമ്മീഷൻ അസോസിയേഷൻ അഭിഭാഷകന് ഈ മാസം 15-ന് സരിതയെ വിസ്തരിക്കാൻ അനുമതി നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോളാർ കേസിൽ നൽകിയ മൊഴി ആവർത്തിച്ച് CL ആൻഡോ. 2011-ൽ താൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ച സോളാർ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറ്റു പലർക്കും ചോർത്തി നൽകി. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്കാവില്ല. മുഖ്യമന്ത്രിയുടെ പങ്ക് എന്തെന്നും സോളാർ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. CLMD VJ കുര്യൻ പ്രൊജക്ട് റിപ്പോർട്ട് കബളിപ്പിച്ച് കൈക്കലാക്കി കയ്യടി നേടിയെന്നും CL ആൻഡോ കൊച്ചിയിൽ പറഞ്ഞു. 2011-ൽ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് 10 നയ പൈസ ചെലവ് ചെയ്യാതെ 5000 മെഗാവാട്ട് പവർ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അതിലെഴുതി ഡിസ്കസ് വിത്ത് CL ആൻഡോ ആൻഡ് മേക്ക് ക്യാബിനറ്റ് റിപ്പോർട്ട് ആർ മിനിസ്റ്റർ ഓഫ് പ്ലാനിങ്ങിന്. അതുവരെ ഇവന്റ് സോ ഫാർ സോ ഗുഡ്. പിന്നെ നടന്നത് ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രി അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി JR അജിത് കുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുൻ ജനറൽ സെക്രട്ടറി ബിജു CR പറഞ്ഞു. ഇത് സംബന്ധിച്ച് DGPക്ക് പരാതി നൽകിയതായും ബിജു പീപ്പിൾ TVയോട് വ്യക്തമാക്കി.
പിറ്റേ ദിവസം 8-ാം തീയതി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ പോലീസ് മേധാവിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അത് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ വെളിപ്പെടുത്തലിന്റെ വസ്തുത അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം പോലീസിനാകെ മോശപ്പെരുണ്ടായ ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. 2, ഞാനടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിപ്പിച്ചത് എന്നത് വളരെ ഗൗരവമായി കണ്ട് സമഗ്രമായ അന്വേഷണം നടത്തേണ്ട വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു അടിസ്ഥാനരഹിതമായ ആരോപണം എന്റെ പേരിൽ ഉന്നയിച്ച ആൾക്കെതിരെ നടപടിയെടുക്കണമെന്നും DGP ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയമ നടപടി സ്വീകരിക്കുവാൻ വക്കീലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. പദ്ധതിക്കായി മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും കൈക്കൂലി നൽകിയെന്ന സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാണ് ഹർജി. പാലക്കാട്ടെ അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംഘടനയാണ് ഹർജിക്കാർ. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. മലയോര ജനതയുടെ സ്നേഹാഭിവാദനങ്ങൾ ഏറ്റുവാങ്ങി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് പത്തനംതിട്ട ജില്ലയിൽ ആദ്യ ദിന പര്യടനം പൂർത്തിയാക്കി. തിരുവല്ല, റാന്നി, കോന്നി, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഇന്ന് മാർച്ചിന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭ്യമായത്. നാളെ ഉച്ചയോടെ നവകേരള മാർച്ച് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. 12 മണിയോടെ ജില്ലാ അതിർത്തിയിലെത്തിയ മാർച്ചിന് കുറ്റൂർ ആറാട്ടുകടവിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, K അനന്തഗോപൻ, ഉണ്ണികൃഷ്ണപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥയെ വരവേറ്റു. തുടർന്ന് മാർച്ച് നീങ്ങിയത് ആദ്യ സ്വീകരണ കേന്ദ്രമായ തിരുവല്ലയിലേക്ക്. മലയോര ജില്ലയുടെ കവാടം അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ പിണറായിയെ വരവേറ്റു. മുത്തുക്കുടയും പൂക്കാവടിയും ഒക്കെയായി സ്വീകരണം ആഘോഷമാക്കി. തുടർന്ന് മാർച്ച് കടന്നു വന്നത് മലയോര മേഖലയായ റാന്നിയിലേക്ക്. വറുതിയിലായ മലയോര കർഷകന്റെ മനസ്സ് കവർന്നാണ് ജാഥാനായകൻ കടന്നു വന്നത്. ആയിരങ്ങൾ അണിനിരന്ന് ഉജ്ജ്വലമായ സ്വീകരണം. അടുത്ത സ്വീകരണ കേന്ദ്രമായ കോന്നിയിൽ ജാഥാനായകനെത്തിയപ്പോൾ പ്രദേശം ജനസാഗരം. പ്രിയ നേതാവിനെ കോന്നി വരവേറ്റത് പ്രൗഢോജ്വലമായി. കോന്നി കവലയിൽ നിന്നും സ്വീകരണവേദിയിലേക്ക് തുറന്ന വാഹനത്തിൽ പിണറായിയെ സ്വീകരിച്ച് അനയിച്ചു. അഭിവാദ്യങ്ങളുമായി ആയിരങ്ങൾ പിന്നാലെ. അധികാരത്തിൽ തൊടാൻ അർഹതയില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് ആന്റണി സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആന്റണി പറയേണ്ടത് ഇതായിരുന്നു, നിങ്ങൾക്ക് അധികാരത്തിൽ തൊടാൻ അർഹതയില്ല. പക്ഷേ കോൺഗ്രസ് അത്രമാത്രം ജീവിച്ചു പോയി, അതാണ് പ്രശ്നം. പത്തനംതിട്ട ജില്ലയിലെ ആദ്യദിന പര്യടനത്തിന്റെ സമാപനം ആറന്മുള മണ്ഡലത്തിന്റെ ഭാഗമായ പത്തനംതിട്ട നഗരത്തിലായിരുന്നു. നഗരത്തെ ചുവപ്പണിയിച്ചാണ് നവകേരള മാർച്ച് കടന്നു വന്നത്. ജാഥാപ്രയാണത്തിനിടെ നൂറനാട് തൊക്കുരോഗാശുപത്രിയിലും പിണറായി സന്ദർശനം നടത്തി. ആശുപത്രി സംവിധാനങ്ങൾ നോക്കിക്കണ്ട് ജാഥാനായകൻ രോഗികളോട് സുഖവിവരങ്ങൾ ആരാഞ്ഞു. നവകേരള മാർച്ച് നാളെ ഉച്ചയോടെ പത്തനംതിട്ട ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കും. ക്യാമറമാൻമാരായ ബാബുരാജ് മുറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. CPM നിയന്ത്രണത്തിലുള്ള സ്വാതന്ത്ര്യ പരിചരണ പദ്ധതിക്ക് കോടികൾ വിലമതിക്കുന്ന വീടും പുരയിടവും സംഭാവന ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് വീട്ടമ്മ. റിട്ടയർഡ് അധ്യാപിക ചെങ്ങന്നൂർ വെൺമണി സ്വദേശിനി എലിസബത്താണ് കരുണ സൊസൈറ്റിക്ക് തന്റെ സമ്പാദ്യം സൗജന്യമായി നൽകിയത്. നവകേരള മാർച്ചിനിടെ ഇത് സംബന്ധിച്ച സമ്മതപത്രം ഇവർ പിണറായിക്ക് കൈമാറി. നവകേരള മാർച്ചിനിടെയുള്ള പതിവ് കൂടിക്കാഴ്ചയ്ക്കിടെ ചെങ്ങന്നൂരാണ് അപൂർവമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. വിലയേറിയ തന്റെ സമ്പാദ്യം മുഴുവൻ CPIM നിയന്ത്രണത്തിലുള്ള സാന്ത്വന പരിചരണ പദ്ധതിക്കായി സംഭാവന ചെയ്യുകയായിരുന്നു ചെങ്ങന്നൂർ സ്വദേശിനി എലിസബത്ത് എന്ന 80-കാരി വീട്ടമ്മ. 2 കോടി രൂപ വിലമതിക്കുന്ന പുരയിടവും വീടും കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച സമ്മതപത്രം പിണറായി വിജയന് ചടങ്ങിൽ കൈമാറി. CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ ചെയർമാനായുള്ള കരുണ ഒട്ടേറെ സാന്ത്വന പരിചരണ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സാന്ത്വന പരിചരണ പദ്ധതിക്കും നവകേരള മാർച്ചിനുമുള്ള പിന്തുണ താൻ ഇതുവഴി പ്രകടിപ്പിക്കുകയാണെന്ന് സ്വത്ത് സംഭാവന ചെയ്ത എലിസബത്ത് പറഞ്ഞു. അനാഥരായിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ദാനം ചെയ്തത്. അതും പ്രത്യേകിച്ചും സജി ചെറിയാനെയോ
അവനോ സജി ചെറിയാനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഇത് കൂടുതലും ഞാൻ ചെയ്തത്. പിന്നെ എന്നെ ഇതിന് പ്രേരിപ്പിച്ച ആളാണ് ഈ നിൽക്കുന്ന ബിജു. ഇവിടെ വന്ന് ഇതിനകത്ത് ഇടപെടാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഈ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഈ പ്രവർത്തനത്തെ മുൻപോട്ട് ഭംഗിയായി പോകുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ പിണറായിയുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയിരുന്നു. വിനോദസഞ്ചാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടനാട് പാക്കേജിന്റെ തകർച്ച തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വന്നു. നവകേരള മാർച്ചിൽ നിന്നും സാലി മുഹമ്മദ്. PR രാജൻ മാധ്യമ പുരസ്കാരം കൈരളി TV ന്യൂസ് ഡയറക്ടർ NB ചന്ദ്രശേഖരന് ദൃശ്യമാധ്യമ രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തുടർച്ചയായ രണ്ടാം ദിനവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ബാർക്കോഴയിൽ K. ബാബുവിനെതിരായ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഒരു നിയമസഭാ അംഗത്തിന്റെ അവകാശം സ്പീക്കർ നിഷേധിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കുടില ബുദ്ധി കൊണ്ട് ഉമ്മൻചാണ്ടി ശകുനിയെ തോൽപ്പിച്ചെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ബാർ കേസിൽ യഥാർത്ഥ വസ്തുതകൾ അന്വേഷിക്കാതെയുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് K. ബാബു മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. ഒരു നിയമസഭാ സ്പീക്കർക്ക് ഈ നിയമസഭയുടെ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ മുൻപോട്ട് പോകാൻ സാധ്യമല്ല. കോടതിയുടെ മുൻപിലിരിക്കുന്ന ഒരു പ്രശ്നം നിയമസഭയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ഈ ചട്ടമനുസരിച്ചാണ് ഞാനത് നിഷേധിച്ചത്. സ്പീക്കറുടെ നിലപാട് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. ഒരംഗത്തിന്റെ അവകാശം സ്പീക്കർ നിഷേധിക്കരുതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഒരംഗത്തിന് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ സഭ നടത്തുന്നതിന്റെ അർത്ഥമെന്തെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചോദിച്ചു. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ബഹളത്തിനിടെ നന്ദിപ്രമേയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അവഹേളിക്കുന്നു എന്നാരോപിച്ച് K. മുരളീധരൻ പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചു. എന്നാൽ ഇത് തെറ്റാണെന്ന് VS മറുപടിയും നൽകി. കുടില ബുദ്ധി കൊണ്ട് ഉമ്മൻചാണ്ടി മഹാഭാരതത്തിലെ ശകുനിയെ തോൽപ്പിച്ചുവെന്ന് VS പറഞ്ഞു. മിസ്റ്റർ ഉമ്മൻചാണ്ടി, മഹാഭാരതത്തിലെ ശകുനി താങ്കൾക്ക് മുമ്പിൽ തോറ്റ തുന്നമ്പാടും. മാണിയുടെ ആ കിടപ്പ് കണ്ട് നമ്മുടെ ശകുനി അവിടെ ഇരുന്ന് ഊറിച്ചിരിക്കുകയാണ്. ഇതിനിടെ ബാർ വിഷയത്തിൽ മാണിക്കെതിരെ ഇരട്ട നീതിയാണ് ഉണ്ടായതെന്ന VS സുനിൽകുമാറിന്റെ സമാന്തര പ്രസംഗത്തെ KM മാണി അഭിനന്ദിച്ചു. പ്രതിപക്ഷ ഡയസിലെത്തിയാണ് അദ്ദേഹം അഭിനന്ദിച്ചതെന്ന് സുനിൽകുമാർ പറഞ്ഞു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. S. ഷീജ, തിരുവനന്തപുരം. കതിരൂർ മനോജ് വധക്കേസിലെ കേസ് ഡയറി ഹൈക്കോടതി പരിശോധിച്ചു. P. ജയരാജന്റെ ആവശ്യപ്രകാരമാണ് ഡയറി പരിശോധിച്ചത്. കോടതി നിർദ്ദേശമുണ്ടായിട്ടും കേസ് ഡയറി ഹാജരാക്കാതിരുന്ന CBI നടപടിയെ കോടതി വിമർശിച്ചു. ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നും നാളെ വിശദീകരണം നൽകണമെന്നും കോടതി പറഞ്ഞു. ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി നാളെ വിധി പറയും. P. ജയരാജനെ കേസിൽ കൊടുക്കാനുള്ള RSSന്റെ നീക്കം പുറത്തായി. ജയരാജനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് RSSന്റെ കത്ത്. കോടതിയിൽ CBI സമർപ്പിച്ച റിപ്പോർട്ടിലും കത്തിലെ അതേ വാചകങ്ങൾ തന്നെ. കൊലപാതകവും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ RSS ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് എളന്തോട്ടത്തിൽ മനോജിന്റെ കൊലപാതകത്തിൽ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജനെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് RSS സംസ്ഥാന നേതൃത്വം അമിത്ഷായ്ക്ക് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നടന്ന കൊലപാതകങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ P. ജയരാജനാണെന്നും TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയരാജനെ പ്രതി ചേർത്തിരുന്നെങ്കിൽ മനോജ് കൊല്ലപ്പെടുമായിരുന്നില്ലെന്നും CBIയുടെ നീക്കങ്ങളടക്കം ചോരുന്നുവെന്നും P. ജയരാജനെ പ്രതി ചേർക്കാത്തതിലും അന്വേഷണത്തിലും സംഘപരിവാർ സംഘടനകൾക്കും മനോജിന്റെ കുടുംബത്തിനും അസംതൃപ്തിയുണ്ടെന്നും കാണിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. 2014 സെപ്റ്റംബർ 1 മനോജ് കൊല്ലപ്പെട്ട ദിവസം 2 മാസത്തിനകം CBI കേസ് ഏറ്റെടുത്തിരുന്നു. 150 ദിവസം കഴിയും മുൻപ് കുറ്റപത്രവും സമർപ്പിച്ചു. 19 പേരെ പ്രതി ചേർത്ത് 2015 മാർച്ചിന് നൽകിയ കുറ്റപത്രത്തിൽ P. ജയരാജൻ കേസിൽ പ്രതിയായിരുന്നില്ല. പിന്നീട് CBI ജയരാജന് നോട്ടീസ് നൽകുകയും P. ജയരാജൻ CBIക്ക് മുന്നിൽ ഹാജരാവുകയും 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം CBI വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മനോജ് കൊല്ലപ്പെട്ട ദിവസം മുതൽ RSS BJP നേതൃത്വം P. ജയരാജനെ കുറ്റവാളിയാക്കിക്കൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു നടത്തിയത്. അത് നടപ്പിലാക്കും വിധമുള്ള നീക്കങ്ങളാണ് CBI പിന്നീട് നടത്തിയതെന്നും RSS നേതൃത്വത്തിന്റെ കത്ത് വെളിപ്പെടുത്തുന്നു. 505 ദിവസം വരെ പ്രതിയല്ലെന്ന് CBI അടക്കം കോടതിയിൽ പറഞ്ഞയാളെ 506 ദിവസം CBI UAPA കുറ്റം ചുമത്തി പ്രതി ചേർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. CBI ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ RSS നേതൃത്വത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഷുക്കൂർ, ചന്ദ്രശേഖരൻ, മനോജ് വധക്കേസുകളിൽ CPIM ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം CBIയിലൂടെ നടത്തിയതിന്റെ തെളിവാവുകയാണ് RSS നേതൃത്വത്തിന്റെ ഈ കത്ത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ സർവീസ് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചന 6 മാസം കൂടി കാലാവധി നീട്ടി നൽകാനാണ് നീക്കം. പാമോലിൻ കേസിലെ പ്രതിയാണ് ജിജി തോംസൺ. പ്രതിസ്ഥാനത്തുള്ളവരെ താക്കോൽ സ്ഥാനത്ത് നിയമിക്കില്ലെന്ന് സുധീരൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സുധീരന്റെ എതിർപ്പ് അവഗണിച്ചാണ് സർക്കാരിന്റെ നടപടി.